സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയതിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി വി.ടി. സതീശൻ. സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നതെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസഷൻ കരാർ പ്രകാരം സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൺസഷണറുടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ. കൺസഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ആഗോളതലത്തിൽ മത്സരക്ഷമമായ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന നിലയിൽ അതിന്റെ പൂർണ്ണ സാധ്യതകൾ കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ജൂൺ 29-ന് അദാനി ഗ്രൂപ്പ് എം.എസ്.സി. കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടുവെന്നും സർക്കാർ ഇത് അംഗീകരിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പന അപകടകരമായ കുത്തവൽക്കരണത്തിന് കാരണമാകുമെന്ന് മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബഹുരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായ എം.എസ്.സിക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്നത് ഞെട്ടലുളവാക്കുന്നതാണ്. നിർമ്മാണ കരാർ പ്രകാരം 25%-ൽ കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായി 13,000 കോടി രൂപയുടെ ഓഹരി രാജ്യാന്തര ഷിപ്പിംഗ് ഭീമന് കൈമാറാനുള്ള നിർമ്മാണ കമ്പനിയുടെ ഏകപക്ഷീയമായ ശ്രമങ്ങൾ ഒറ്റനോട്ടത്തിൽ നിയമവിരുദ്ധമാണ്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാടെടുക്കണം. വിഴിഞ്ഞത്തെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മൾട്ടി ഓപ്പറേറ്റർ തുറമുഖമാക്കാനാണ് സംസ്ഥാനം ലക്ഷ്യമിട്ടത്. ഒരു പ്രത്യേക ഷിപ്പിംഗ് കമ്പനിക്കു വേണ്ടി കുത്തകവൽക്കരിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് അനുവദിച്ചാൽ മൾട്ടി ക്ലയന്റ് സംവിധാനം ഇല്ലാതാകും. തുറമുഖം ഒരു കമ്പനിയുടെ മാത്രം കുത്തകയായാൽ കയറ്റുമതിക്കാർക്ക് ആ കമ്പനിയുടെ കപ്പലുകളെയും അവർ നിശ്ചയിക്കുന്ന നിരക്കുകളെയും മാത്രം ആശ്രയിക്കേണ്ട ഗതികേടുണ്ടാകും. രാജ്യത്തെ പ്രധാനപ്പെട്ട ഭൂഘടനയിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകുന്നത് ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്ക് പ്രശ്നമാവുമെന്നും അദ്ദേഹം പറഞ്ഞു.